എനിക്ക് തോന്നുന്നു മിക്കവാറുമുള്ള എല്ലാ സ്കൂൾസിലുള്ളതാണ് ഹൈസ്കൂൾ ആകുമ്പോൾ ഗേൾസിനെയും ബോയ്സിനെയും സെപ്പറേറ്റ് ചെയ്തിരുത്തുക. ഒന്നെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിരിക്കും. എന്റെയൊക്കെ സ്കൂളിൽ സെപ്പറേറ്റ് ബിൽഡിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ബെഞ്ചിൽ ഇവൻ ഒരു ക്ലാസ്സിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു സൈഡ് ഗേൾസിനും ഒരു സൈഡ് ബോയ്സിനും ഇരിക്കുക. അപ്പോ ഇത് ഏതെങ്കിലും രീതിയിൽ, അതായത് ഇപ്പോൾ ഗേൾസ് ബോയ്സ് അവർ ഒരുമിച്ചിരിക്കുന്നതോ ടച്ച് ചെയ്യുന്നതോ എന്തോ വലിയൊരു പ്രശ്നമാണോ എന്നൊരു ചിന്ത അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ബോയ്സിന്റെയോ ഗേൾസിന്റെയോ ഒക്കെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആ ഒരു കാര്യത്തെ സാർ എങ്ങനെ നോക്കി കാണുന്നത്? ഒരു രസകരമായിട്ടുള്ള അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ചെക്കോസ്ലാവിയയിൽ നിന്നും 4-5 വിദ്യാഭ്യാസ നിരീക്ഷകര് തിരുവനന്തപുരത്തുള്ള ഹൈസ്കൂളിലേക്ക് വന്നു. ആക്ച്വലി അത് ബോയ്സ് സ്കൂളായിരുന്നു. അപ്പൊ അവർക്ക് ആ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടപ്പോഴ് വലിയ ഇൻട്രസ്റ്റ് തോന്നി. പുള്ളി ബോയ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ആ വ്യക്തികള് ഒരു ഗേൾസ് സ്കൂളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും അവർക്ക് ആ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടപ്പോഴ് വളരെ ഇംപ്രഷൻ തോന്നി. അവർ അടുത്ത സ്കൂളായിട്ടുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് വന്നു. അവിടെ മിക്സഡ് സ്കൂളായിരുന്നു. ഈ മിക്സഡ് സ്കൂളിൽ ഗേൾസിന് ഒരു ക്ലാസ് റൂം, ബോയ്സിന് ഒരു ക്ലാസ് റൂം. സെയിം ക്ലാസ് റൂം ആണെങ്കിൽ പകുതി ബോയ്സ് പകുതി ഗേൾസ്. ബോയ്സിന്റെ ബെഞ്ചിൽ ഗേൾസിന് ഇരിക്കാൻ അനുവാദമില്ല, ഗേൾസിന്റെ ബെഞ്ചിൽ ബോയ്സിന് ഇരിക്കുവാൻ അനുവാദമില്ല. ഇവര് കോൺട്രഡിക്ടറി ഐഡിയ കണ്ടപ്പോഴേ അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു സെക്ഷുവൽ സെപ്പറേഷൻ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? അപ്പോഴാണ് പറയുന്നത്, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ രീതിയിലുള്ള ഒരു സെക്ഷുവൽ സെപ്പറേഷൻസ് ഉണ്ടെന്ന്. അപ്പോഴവര് വിലയിരുത്തിയ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരിയായിട്ടുള്ള പ്രോഗ്രസീവ് ഡെവലപ്മെന്റ്, ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഇതൊരു വലിയ ബ്ലോക്കാണ്. അതുകൊണ്ട് കോ എഡ്യൂക്കേഷനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്.